അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, അള്ളാഹു നാം ഏവരെയും അവൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ പറയുന്നതിനോടൊപ്പം തന്നെ ആ പൊരുത്തത്തിലേക്ക് എത്തപ്പെടാൻ നാം ചെയ്യേണ്ട ചില ചിട്ടകളുണ്ട്. ആ ചിട്ടകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പരിശ്രമങ്ങൾ ആവശ്യമാണ്. ഒരു ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴാണ് നമുക്ക് അതിന് അനുയോജ്യമായ ഒരു സമയം എന്ന് ഒരു ശരീഅത്ത് നിയമപ്രകാരം ചിന്തിക്കുമ്പോൾ സുബഹി മുതൽ ഇശാ വരെയുള്ള സമയം അത് കൃത്യമായി നിർവഹിക്കുന്നവർക്ക് ഇബാദത്തിലൂടെ അള്ളാഹുവിലേക്ക് ആ ഒരു കർമ്മത്തിലൂടെ അവനിലേക്ക് അടുക്കാനുള്ളൊരു മാർഗം 5 നേരം കൃത്യമായി നിർവഹിക്കുന്ന ഒരു വ്യക്തി അവിടെ ഇബാദത്തിൽ നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത കടന്നു വരാതെ അവൻ്റെ മനസ്സും ശരീരവും റബ്ബിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു സന്യാസി ഒരു ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ആ ധ്യാനത്തിൽ അദ്ദേഹം ഇരിക്കുന്നത് അവരുടെ ഒരു ഈശ്വരനെ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരാനാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അവൻ്റെ സ്നേഹം നമ്മിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരു മകനുണ്ടായാൽ ആ മകന് വേണ്ടതെല്ലാം അവൻ്റെ അറിവില്ലാത്ത പ്രായത്തിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അവനിക്കൊരു അറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അറിവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ തനിക്ക് ഇത്രയും അറിവ് നൽകിയ തൻ്റെ രക്ഷിതാക്കളെ മറക്കാതെ അവൻ മുന്നോട്ട് പോകുമ്പോഴൊക്കെ മറ്റ് പല ആളുകളും അവനോട് പല രീതിയിൽ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ ഇത്രയും കാലമില്ലാത്ത ഒരറിവ് ഇവിടം വരെ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത് നമുക്ക് ഈ അറിവുകളൊക്കെ കിട്ടാൻ കാരണക്കാരായ തൻ്റെ രക്ഷിതാക്കളാണ് ഏറ്റവും ഉത്തമം എന്ന് മനസ്സിലാക്കിയ ബോധത്തോടു കൂടി അവരെ മറക്കാതെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയെപ്പോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കാനും ജീവിക്കാനും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടാനും ആ മെച്ചപ്പെടലിലൂടെ നമുക്കുണ്ടാകുന്ന ഓരോ ഗുണങ്ങൾ ആസ്വദിക്കാനും ആനന്ദിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ രക്ഷിതാക്കൾ ഉണ്ടായത് കൊണ്ടാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ രക്ഷിതാക്കൾ ഉണ്ടാകാൻ കാരണക്കാരായവരും അങ്ങനെ അതിൻ്റെ അങ്ങേയറ്റ തലത്തേക്ക് ചെല്ലുമ്പോൾ ഒരജ്ഞാതമായ ഒരു സത്യത്തെ നിർത്തിക്കൊണ്ട് അജ്ഞാതമായ ഒരവസ്ഥയിൽ നിന്നാണ് നാമൊക്കെ ജന്മം കൊണ്ട് വന്നതെന്നും ആ അജ്ഞാതമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവൻ തിരിച്ചു പോകേണ്ടതാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടി നമ്മൾ യാത്ര ചെയ്യുക. ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് പോലെ നമുക്ക് വിലപ്പെട്ടൊരു സാധനം കൊണ്ടുപോയി വെച്ച് നമുക്കൊരു വലിയ സംഖ്യ തന്നുകൊണ്ട് അത് കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് നമ്മളോട് വളരെ സ്നേഹത്തിലായിരിക്കും. നമ്മൾ ചോദിക്കുന്നതെല്ലാം ക്ലിയറായിട്ട് നടന്നുകൊണ്ടിരിക്കും. മറിച്ച് അത് വൈകിക്കഴിഞ്ഞാൽ, അത് മുടങ്ങിക്കഴിഞ്ഞാൽ ആ മുഹബത്തിലും സ്നേഹത്തിലും ഒക്കെ തന്ന ബാങ്കുകാർ നമ്മളോട് പയ്യെ അകലാൻ തുടങ്ങും. പിന്നെ നമ്മളോട് ദേഷ്യമാകും. പിന്നെ അവരുടെ ഭീഷണികളും പ്രയാസങ്ങളൊക്കെ വരാൻ തുടങ്ങും. പിന്നെ നമ്മളെ ജപ്തി ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. പിന്നീട് നമ്മൾ വീണ്ടും അതേ അവസരത്തിൽ തുടർന്ന് കഴിയുമ്പോൾ ആ ജപ്തി നമ്മളെ വന്ന് പിടികൂടുകയും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ റബ്ബിനോട് നമുക്ക് തന്ന ജീവൻ, ആ ജീവൻ്റെ വില നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതുള്ളത് കൊണ്ടാണ് നമുക്ക് കാണാനും കേൾക്കാനും ചിന്തിക്കാനും ആസ്വദിക്കാനും ആനന്ദിക്കാനും ഒക്കെ കഴിയുന്നത് എന്ന്
ബോധ്യത്തോടുകൂടി ആ ജീവന് തിരിച്ച് നമ്മൾ നൽകുന്ന ആ മുതൽ നമ്മൾ തിരിച്ച് അവനിലേക്ക് കൊടുക്കലാണ് അവനോടുള്ള മുഹബ്ബത്ത്. അതാണ് പ്രാർത്ഥന, അവനെ സ്മരിക്കൽ. അങ്ങനെ പല രീതിയിലുണ്ട്. ഓരോ ആളുകളും പല രീതിയിലാണ് ആ സ്മരണ നിലനിർത്തുന്നത്. എല്ലാ ജാതി മത വിഭാഗങ്ങളും ആ സ്മരണ നിലനിർത്തുന്നത് വിശ്വാസങ്ങളിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങളെക്കാളുപരി അവർ ഒരു ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ, ആ പ്രവൃത്തികളെ നമ്മൾ വിലയിരുത്തേണ്ട, മറിച്ച് എല്ലാവരും അവരവർ ജനിച്ച, ഇപ്പം നമ്മൾ മുസ്ലിമായി ജനിച്ചത് കൊണ്ട് നമ്മൾ മുസ്ലിമായ വിഷയങ്ങൾ സംസാരിക്കുന്നു. മറിച്ച് നമ്മളൊരു ക്രിസ്ത്യാനിയായി ജനിച്ചിരുന്നെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. നമ്മളൊരു ഹിന്ദു ആയിട്ടാണോ ജനിച്ചതെങ്കിൽ നമ്മൾ ഹിന്ദുവായിട്ട് സംസാരിക്കുമായിരുന്നു. നമ്മളാരും പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വന്നതല്ല. ഓരോ വ്യക്തികളും വളർന്നു വരുന്നത് ഓരോ സമുദായത്തിലാണ്. അവരവർ വളർന്നു വരുമ്പോൾ അവരവർ പഠിക്കുന്ന മതാചാരങ്ങൾ അവരവർക്ക് വലുതാണ്. അതുകൊണ്ട് ആരെയും തരം താഴ്ത്തേണ്ട കാര്യമില്ല, ഒരു മതത്തെയും ആക്ഷേപിക്കേണ്ട ആവശ്യവുമില്ല. എല്ലാവരും സ്മരണ നിലനിർത്തി മുന്നോട്ട് യാത്ര ചെയ്യുന്നത് തൻ്റെ ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി തന്നെയാണ്, അത് ഏത് വിഭാഗത്തിലായാലും. അതിന് വെല്ലുവിളികളായിട്ട് ചിലർ വരുമ്പോഴാണ് ഈ പറയുന്ന വർഗീയതകളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയം സൂഫിസവുമാണ്. സൂഫിസത്തിൽ നിസ്കാരത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, അത് നമ്മൾ പഠിച്ചതാണ്, അത് വീണ്ടും വീണ്ടും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മറ്റിതര ജീവിത നിയമങ്ങൾ, അതൊന്നും ഞാൻ പഠിപ്പിക്കേണ്ട കാര്യങ്ങളില്ല. മറിച്ച് നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം, നമ്മുടെ മുഹബ്ബത്ത് നമുക്ക് എങ്ങനെ റബ്ബിനോട് നിലനിർത്താൻ കഴിയും, അതിന് അല്ലാഹു തആല ഈ ലോകത്ത് ഓരോ പ്രവാചകന്മാരെയും നിയോഗിച്ചിരുന്നു. കാലകാലങ്ങൾക്കനുസരിച്ച് കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ഓരോ പ്രവാചകന്മാർ കടന്നു വരികയും ആ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് അവർ ജീവിക്കുകയും അത്തരം ആളുകളെ അവരവരുടെ കാലഘട്ടങ്ങളിലൂടെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ നമ്മളൊരു ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിയമം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ മതനിയമമല്ല, ഇവിടെ ഒരു മത നിയമമില്ല, മറിച്ച് ഇവിടെ എല്ലാ മതങ്ങളും അവരവരുടെ വിശ്വാസങ്ങൾ അവരവരുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ആ വിഷയത്തെ പരസ്പരം ചർച്ചയാക്കി വിപ്ലവമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതൊക്കെ ചില ആളുകളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് ഓരോ ദുരുദ്ദേശങ്ങളുണ്ട്, അതുകൊണ്ടാണ് സംവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മനസ്സിലാക്കിയ വഴിയിലൂടെ ഓരോരുത്തർ സഞ്ചരിക്കുക. ഓരോ കുടുംബങ്ങളിലേക്കും നമ്മൾ നോക്കിയാൽ എല്ലാ കുടുംബങ്ങളും ഒരേപോലെയല്ല ജീവിക്കുന്നത്, പലരും വ്യത്യസ്തമായ രീതിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ഞാൻ ജീവിക്കുന്നത് പോലെ അവർ ജീവിക്കണം എന്ന് നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ? ഒരു പണക്കാരനെ പോലെ ഒരു പാവപ്പെട്ടവൻ ചിന്തിക്കുന്നു, പണക്കാരനെ പോലെ എനിക്ക് ജീവിക്കണം, അല്ലെങ്കിൽ പണക്കാരൻ ചിന്തിക്കുന്നു ഞാനൊരു പണക്കാരനാണ്, ആ പാവപ്പെട്ടവൻ എന്നെപ്പോലെ തന്നെ ഒരു പണക്കാരനാകണമെന്ന് ചിന്തിക്കുമോ? ഇല്ല. മറിച്ച് ഒരു ക്രിസ്ത്യാനി ചിലപ്പോൾ ചിന്തിക്കും ഒരു മുസൽമാൻ എൻ്റെ മതത്തിലേക്ക് വരണം, മുസൽമാൻ ചിന്തിക്കും ക്രിസ്ത്യാനി എൻ്റെ മതത്തിലേക്ക് വരണം. അതിനേക്കാളും നല്ലതല്ലേ ഒരു പാവപ്പെട്ടവൻ എൻ്റെ ഞാൻ ഉയർന്നവനാണ്, അവനും എന്നെപ്പോലെ ഉയരണം എന്ന് ചിന്തിക്കാതെ ഇത്തരം വിഷയങ്ങൾ, അനാവശ്യമായ വിഷയങ്ങളൊക്കെ തർക്കിക്കാനാണ് ഇവിടെ പലരും ശ്രമിക്കുന്നത്. അതിന് അവരവരുടേതായ നേട്ടങ്ങളും ദുരുദ്ദേശങ്ങളും ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. രാഷ്ട്രീയപരമായിട്ടൊക്കെ അത് കിടക്കുന്നുണ്ട്. ഭിന്നിച്ച് ഭരിക്കുക എന്ന് പറയുന്നൊരു നിയമം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതങ്ങനെ പോകുന്നു, അതങ്ങനെ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വിശ്വാസികൾ വിശ്വാസത്തോടു കൂടി പോകും, അവിശ്വാസികൾ അവിശ്വാസത്തോടു കൂടി പോകും. സംവാദങ്ങളായി പോകും, തർക്കങ്ങളായി പോകുമ്പോഴും യഥാർത്ഥമായ ഒരു വിശ്വാസി തകരാറില്ലാതെ പലതരം പരീക്ഷണങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടേയിരിക്കും. അവനെ താഴ്ത്താൻ പലതരം പ്രശ്നങ്ങൾ അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതിലേറ്റവും അധികം ഒരു ഷെയ്ഖിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാകുന്നത് ശിഷ്യന്മാരിൽ നിന്ന് തന്നെയാണ്. 10 വിശ്വാസികൾ ഒരു ഷെയ്ഖിനുണ്ടെങ്കിൽ ഒരു വിശ്വാസി അപകടകാരിയായിരിക്കും. അത് നമ്മൾ ചരിത്രം പരിശോധിച്ചാലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ ഇതിൽ പറയുന്ന നമ്മുടെ ഈസാ നബിയെ കുറിച്ച് ചിന്തിച്ചാലും
ഈ പറയുന്ന വിശ്വാസികളായ ശിഷ്യഗണങ്ങളിൽ ഒരാളാണല്ലോ ചതിച്ചത്. അങ്ങനെ ഓരോ ആളുകളെയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ ഒരു ചതി പ്രയോഗം നടത്താൻ ഒരുത്തനുണ്ടാകും. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ സമീപിക്കുന്നവരെ നമ്മൾ നല്ലപോലെ പരിശോധിക്കണം. എനിക്ക് പറ്റിയ ഒരുപാട് തെറ്റുകളുണ്ട്. പരിശോധിക്കാതെ കാണുന്നവരെയെല്ലാം സ്നേഹിച്ചുകൊണ്ട് നമ്മൾ വിളിക്കും. അതിൽ നല്ല സ്നേഹമുള്ളവരും വിഷപ്പാമ്പുകളൊക്കെ ഉണ്ട്. വിഷം അറിയാതെ നമ്മൾ അവരെ വലിച്ചു കയറ്റും. പിന്നീട് അവരുടെ വിഷം നമ്മൾ കാണേണ്ടിയും വരും. ഇവരെല്ലാം പറയും നമുക്ക് ആഖിറം മതി, ഞങ്ങൾ മറ്റൊന്നും സ്നേഹിക്കണില്ല. പക്ഷെ അവരുടേതായ എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ഇതെല്ലാം ആഖിറവും വലിച്ചെറിയും, എല്ലാം വലിച്ചെറിയും, ഷെയ്ഖിനെ വരെ എടുത്ത് ദൂരേക്കെറിയും. പിന്നെ അവർക്ക് അവരുടെ സ്വത്താണ് വലുത്. എന്നാൽ ആ സ്വത്തും കെട്ടിപ്പിടിച്ച് അവർ ജീവിതകാലം മുഴുവൻ ഇരിക്കാനും പോകുന്നില്ല. അതും ഉപേക്ഷിച്ച് പോകേണ്ടവർ തന്നെയാണ്. അപ്പോൾ ഇവിടെ വലിയ വലിയ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്, കൊട്ടാരങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം മൈസൂർ പോയപ്പോൾ അവിടുത്തെ കൊട്ടാരത്തിൻ്റെ അകത്ത് കൂടി കയറി ഇറങ്ങി നടന്നപ്പോൾ ഒരു കാലത്ത് ഇതിൻ്റെ അകത്ത് ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു, അവരെ അനുസരിച്ച പ്രജകളുണ്ടായിരുന്നു, അവരുടെ ഭടന്മാരുണ്ടായിരുന്നു. അങ്ങനെ കൊട്ടാരത്തിൽ മന്ത്രിമാരും മറ്റ് സേവകരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നവിടെ ആരുമില്ല. അതൊരു മ്യൂസിയമായി കിടക്കുകയാണ് ആ കൊട്ടാരം. അത് കാണാൻ കുറേ സന്ദർശകർ വരുന്നു. ആർക്കും കയറി ഇറങ്ങിയാവുന്ന രീതിയിൽ. പണ്ട് അവിടെ നിയമങ്ങളുണ്ടായിരുന്നു, ആർക്കും കയറി ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ അവിടെ ആർക്കും കയറി ഇറങ്ങി അതൊക്കെ കണ്ട് ഒരു വിനോദം പോലെ കണ്ടുപോകാൻ പറ്റുന്ന ഒരു വിനോദാലയമായി മാറി അവരുടെ കൊട്ടാരങ്ങളൊക്കെ. അപ്പോൾ എല്ലാ നിയമങ്ങളും കുറച്ച് കഴിയുമ്പോൾ വെറും ഒരു ഒന്നുമല്ലാത്തൊരവസ്ഥയിലായി പോവുകയാണ്. അവിടെയാണ് സൂഫികൾ വ്യത്യസ്തമായൊരു ജീവിതപാത കൊടുക്കുന്നത്. തന്നെ പിന്തുടരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന പലരും പലപ്പോഴും ക്ഷീണിച്ചു പോകാറുണ്ട്. കാരണം വണ്ടിയിൽ കയറി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇവരൊക്കെ 3 നേരമൊക്കെ ഭക്ഷണം കഴിച്ച് ശീലിച്ചവരാണ്. കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇവർക്ക് ഭക്ഷണം കിട്ടാറില്ല. കാരണം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, അങ്ങനെ പോകും. ഇടയ്ക്ക് അവരുടെ മുഖം കാണുമ്പോഴാണ് അവർക്ക് ദാഹമുണ്ട്, അവർക്ക് ചായ കുടിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് ഞാൻ വണ്ടി നിർത്തുന്നതും അങ്ങനെ ചായ വാങ്ങിക്കുന്നതുമൊക്കെ. പല യാത്രകളിലും ആഹാരം ഇപ്പം നമ്മൾ എന്തൊക്കെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ വഴിയിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ച് ഞാൻ അതിനെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നേരത്ത് പലതരത്തിലുള്ള വിഷമങ്ങൾ, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, നമ്മൾ കാണാത്ത കുറേ ആൾക്കാർ അവരുടെ പ്രശ്നങ്ങളിൽ കയറി ഇടപെടൽ. ചില സമയത്ത് ഞാൻ ആലോചിക്കും, ഇവരുടെയൊക്കെ വിഷയത്തിൽ ഞാൻ എന്തിനാണ് വന്ന് ഇടപെട്ടത്? ഇവരെയൊക്കെ എന്തിനാണ് ഞാൻ പരിചയപ്പെട്ടത്? എവിടെയോ കിടന്ന ഞാൻ ഇങ്ങനെ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടത്. ഞാൻ ബോർഡൊന്നും വെച്ചിരുന്നിട്ടില്ലല്ലോ, ഞാൻ ആരെയും പരിചയപ്പെടാൻ ചെന്നിട്ടില്ലല്ലോ. എല്ലാവരും ഏതോ ഒരു കാരണത്തിലൂടെ വന്ന് കണ്ടുമുട്ടിയവരാണ്. ചിലർക്ക് അവരുടെ പ്രശ്നങ്ങൾ തീരലാണ്, ചിലർക്ക് ആ മുഹബത്തിലൂടെ യാത്ര ചെയ്യലാണ്. ആ മുഹബത്തിലൂടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ ഇപ്പോഴും കുഴപ്പമില്ലാതെ കൂടെയുണ്ട്. അല്ലാതെ വന്നവരൊക്കെ പ്രശ്നക്കാരായി അവരവരുടെ വഴിയിൽ പോയിട്ടുമുണ്ട്. കാരണം നമ്മൾ അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ഒരു ചരിത്രം ഈ പണ്ഡിതന്മാർ പറഞ്ഞു കേട്ടുള്ള അറിവാണ് കേട്ടോ. അതിൻ്റെ വ്യക്തതയൊന്നും എനിക്കറിയില്ല. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അറിവാണ്, ഞാൻ കേട്ട ഒരറിവ് പറയുകയാണ്. അതിൻ്റെ ശരിയും തെറ്റുമൊന്നും എനിക്കറിയില്ല. എല്ലാ ശിഷ്യഗണങ്ങളും പല പരീക്ഷണങ്ങളിലും ഉറച്ചുറച്ച് നിൽക്കുകയാണ്. കൂട്ടത്തിൽ ഹസൻ എന്ന് വന്നു കയറിയ ഹസൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഉണ്ട് കൂടെ. 40ഓളം ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ പല യാത്രകൾ നടക്കുമ്പോൾ ഒരുമിച്ചുണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഈ ഷെയ്ഖ് ഒരു അമ്പലത്തിൽ കയറി എന്നാണ് പറയുന്നത്. ഈ ഹസൻ്റെ ഷെയ്ഖ്. ഹസൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി. അവർ ഈ അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി എന്നുള്ള പേരിലേക്ക് എത്തുന്നതിന് മുമ്പ് ഹസൻ എന്നുള്ളൊരു പേരാണ്. ഈ ഹസൻ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോയ ഷെയ്ഖ് തിരിച്ചു വരാൻ വൈകിയപ്പോൾ മുരീദന്മാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായി. ഇതൊക്കെ ശിർക്കല്ലേ, ഇതിൻ്റെ അകത്ത് കയറൽ തെറ്റല്ലേ, എന്തിനാണ് നമ്മുടെ ഗുരു അങ്ങോട്ട് പോയത് എന്നൊക്കെയുള്ള തർക്കങ്ങൾ വന്നു. കുറേ കഴിഞ്ഞ് ഷെയ്ഖ് പുറത്തേക്ക് വന്നപ്പോൾ ഒറ്റ ശിഷ്യഗണങ്ങളെയും കാണാനില്ല. ഒരാൾ മാത്രം നിൽപ്പുണ്ട്, അത് ഈ ഹസനാണ്. അപ്പോൾ ചോദിച്ചു, അവരൊക്കെ എന്തേ? അവരെല്ലാം പോയി. എന്തുകൊണ്ട്?
ശരീഅത്ത് നിയമപ്രകാരം അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കേട്ടത്? അപ്പോൾ അദ്ദേഹം ചെയ്തത് തെറ്റല്ലേ? അപ്പോൾ ആ ഷെയ്ഖിനെ പിന്തുടരാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ എന്താ നീ പോകാഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങയുടെ പ്രവർത്തനമല്ല, അങ്ങയെയാണ് സ്നേഹിച്ചത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത്രയും പേർക്ക് കൊടുക്കാനിരുന്ന ആ ഒരു വിലായത്ത് ഞാനിതാ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി എന്ന പേരിൽ ലോകപ്രശസ്തനായ ഒരു സൂഫി വര്യനായിക്കൊണ്ട് മാറിയതിൻ്റെ ഒരു ചരിത്രം അത് ഞാൻ പണ്ഡിതന്മാരിൽ നിന്ന് കേട്ടതാണ്. അതിൻ്റെ പൂർണ്ണമായ രൂപം ഞാൻ പറഞ്ഞ പോലെയാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൂഫിയെ പിന്തുടരാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ആദ്യം വേണ്ടത്, നമുക്ക് രോഗമുണ്ടോ ഡോക്ടറെ കാണുക. എല്ലാത്തിനും ഡോക്ടർമാരെ കാണുക, വൈദ്യന്മാരെ കാണുക, അതുപോലെയുള്ള ആൾക്കാരെയൊക്കെ കാണുക. ഇവരെയൊക്കെ കണ്ടിട്ട് നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ല, നമുക്ക് രക്ഷയില്ല എന്ന് പൂർണ്ണമായൊരു വിധി വന്നാൽ അടുത്ത വഴി നോക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പണ്ടൊരിക്കൽ ഒരാൾ എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പെട്ടെന്ന് എൻ്റെ അരികിൽ വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ എനിക്ക് അയാളോട് ഒരു ഇത് തോന്നി. അദ്ദേഹം വേറൊരു കാര്യം പറയാനാണ് വന്നത്. പക്ഷേ ഞാൻ അവിടെ ഇരുന്ന് ഒരു മരുന്നെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുന്ന് നിങ്ങൾ കഴിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തിനാണ് മരുന്ന് കഴിക്കണം, എനിക്ക് രോഗമൊന്നുമില്ലല്ലോ, ഞാൻ ഈ വിഷയം പറയാനല്ലേ വന്നത്, അതിന് എന്നെ നിങ്ങൾ രോഗിയാക്കണമെന്ന്. ഞാൻ നിങ്ങളെ രോഗിയാക്കിയില്ല, നിങ്ങൾ രോഗമാകാതിരിക്കാനാണ് ഈ മരുന്ന് കഴിക്കാൻ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അദ്ദേഹം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നപ്പോൾ ഇദ്ദേഹം എന്നെ കളിയാക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് പോയി. പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ചെന്ന് കാര്യം പറഞ്ഞു. അങ്ങനെ അവരെൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കെന്തോ അങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ ബ്ലഡിന് എന്തോ കുഴപ്പമുണ്ട് എന്നെനിക്ക് തോന്നി, അതുകൊണ്ടാണ് ബ്ലഡ് ശുദ്ധീകരിക്കാനുള്ള മരുന്ന് ഞാൻ കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ വ്യക്തിയോട് ചെന്ന് കുറേ സംസാരിച്ചെങ്കിലും അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറായില്ല. അദ്ദേഹം വാശി പിടിച്ചു നിന്നു. പക്ഷേ അവർ വിട്ടില്ല. അദ്ദേഹത്തിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ എന്തോ ഒരു ചെറിയ പ്രോബ്ലം തോന്നി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ഒന്ന് വിവരം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏതായാലും റിസൾട്ട് വരട്ടെ. അപ്പോൾ റിസൾട്ട് വരാനായിട്ട് കുറച്ച് മാസങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, അദ്ദേഹം വാശിപ്പുറത്തല്ലേ, നമുക്കെന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വന്നു. ആ വ്യക്തിയും വന്നുകൂടെ. ബ്ലഡ് ക്യാൻസറാണ്. ഞാൻ പറഞ്ഞു, അന്ന് രോഗം വരുന്നതിന് മുമ്പാണ് നിങ്ങൾക്ക് ഞാൻ മരുന്ന് തന്നത്, ഇപ്പോൾ നിങ്ങൾ രോഗിയായി, ഇനി അതിന് മരുന്നില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ എന്നതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ കളിയാക്കാനും പരിഹസിക്കാനും നമ്മളെ മോശമാണെന്ന് പറയാനും ഒക്കെയാണ് ഇവർ ധൃതി കൂട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതാണ് അനുഭവം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്തൊക്കെയോ വലിച്ചെടുക്കാൻ വന്ന ഒരാളെ പോലെയാണ് നമ്മൾ. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയി. ഇവർക്കൊക്കെ ആഹിറം വേണം താനും. അപ്പോൾ ചില വിഷയങ്ങൾ ഞാനിതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ചില സൂഫികളുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തത് കൊണ്ടിട്ട് ഞാൻ കണ്ട കുറേ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാനിതൊക്കെ സംസാരിക്കുന്നത്. നമ്മുടെ കഴിവല്ല, നമുക്കൊരു കഴിവുമില്ല. മരിച്ചാൽ വെറും മണ്ണായി പോണ ശരീരമാണ് നമ്മുടേത്. എങ്കിൽ അവനെ ഒരുപാട് ഇഷ്ടപ്പെടുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, അവൻ ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുമ്പോഴൊക്കെ അവരുടെ ഒരു കുതിരത്ത് കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ വെളിവായി കിട്ടുന്നു. അത്രയേ ഉള്ളൂ. ചില ആൾക്കാർ പറഞ്ഞേക്കാം, ശരീരത്തിൽ പള്ളിപ്പടി കയറി, ചില ശരീരത്തിൽ ഭീമാബീവി കയറി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ആരും കയറാൻ പോണില്ല മേത്തൊന്നും, ബാധയല്ല അവരൊന്നും. ഇങ്ങനെ കുറേ തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സൂഫി എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. പലരും അവരവരുടെ ഊഹാപോഹങ്ങളിലൂടെ സൂഫികളെ വർണ്ണിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെ പല തർക്കങ്ങൾക്കും കാരണമായിട്ടുള്ളത്. പല മക്ബറുകളും പല ആൾക്കാരും പല രീതിയിൽ അലങ്കരിക്കുന്നുണ്ട്. അതും ശിർക്കാണ്. അവിടെയും തെറ്റുണ്ട്. പക്ഷേ ഈ തെറ്റ് നോക്കി നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് മാത്രമേ സമയമുണ്ടാവുള്ളൂ. അപ്പോൾ സൂഫികളാരും തെറ്റ് ചെയ്തവരല്ല. സൂഫികളെ പിൻപറ്റുന്ന കുറേ ആളുകൾ പണം ഉണ്ടാക്കാൻ വേണ്ടി അവരെ വെച്ചിട്ട് പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം മണമാണെന്നും പറഞ്ഞുകൊണ്ട്, അപ്പോൾ നമ്മളൊരു പള്ളിയുടെ തൊട്ടപ്പുറത്ത് അറവുശാലയാണ്, ആ പള്ളിയുടെ അകത്ത് കയറുമ്പോൾ അപ്പുറത്ത് അറവുശാല എന്നുള്ള ചീഞ്ഞ മണം വരുന്നുണ്ടെന്നും പറഞ്ഞ് പള്ളിയിൽ സ്കരിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം എന്നതുപോലെ ശിർക്കുകൾ അവിടെ കിടക്കട്ടെ. നമുക്ക് മനസ്സിലായ
ആളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, അത്രയേ ഉള്ളൂ. അവർ ശിർക്ക് ചെയ്തവരല്ല. അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ട് അവിടെ പോയി നിൽക്കാൻ തയ്യാറാകുക. അവിടുത്തെ കാഴ്ചകൾ കാണാൻ പോകരുത്. എപ്പോഴും നമ്മൾ പോകുന്ന സ്ഥലത്തെ കാഴ്ച കാണാൻ ശ്രമിക്കരുത്. കാഴ്ച കാണുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകണത്. നമ്മൾ എന്തിനാണോ അവിടെ പോയത് ആ മക്കാമിൻ്റെ മുമ്പിൽ പോയി നമ്മുടെ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് പിന്തിരിയുക. നമ്മുടെ പുറകെ പല ആൾക്കാരും വരും, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, മറ്റേ രീതിയിൽ ചെയ്യൂ, അവിടെ ഇങ്ങനെ കൊടുക്കൂ, ഇങ്ങനെ കൊടുക്കൂ എന്നൊക്കെ പറയാൻ അവിടെ കുറേ ആൾക്കാരുണ്ടാകും. അവർ പറയണതൊന്നും ചെവി കൊള്ളണ്ട ആവശ്യമില്ല. അതിനൊക്കെ ചെവി കൊടുക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളൊരു മക്കാമിലേക്ക് ചെന്നാൽ അവരുടെ മക്കാമിൻ്റെ അരികിൽ പോയി മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അവരല്ലാഹുവിനെ സ്നേഹിച്ചതുകൊണ്ട് അവരിലേക്ക് അള്ളാഹുവിൻ്റെ നോട്ടം ഉണ്ടാകും. അവിടെ നിന്ന് നമുക്ക് നോട്ടം കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു അതിന് ഉത്തരം നൽകുന്നതാണ്. മറിച്ച് അവിടുത്തെ കാഴ്ചയും അവിടുത്തെ കമ്മിറ്റിക്കാരും അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ഹാദിമ്യങ്ങളൊക്കെ പറയണത് കേട്ടുകൊണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യമൊന്നും നടക്കില്ല, അവരുടെ കാര്യം നടക്കും. അതുകൊണ്ട് അള്ളാഹു താല നമ്മളുടെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ അള്ളാഹു താല തൗഫീഖ് ചെയ്യട്ടെ. നമ്മളാരും പരിശുദ്ധാത്മാക്കളല്ല. നമ്മളുടെ ആത്മാവ് പരിശുദ്ധമാകണമെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. എന്നും വീടടിച്ച് വാരുന്നത് പോലെ, എന്നും കുളിക്കുന്നത് പോലെ, എന്നും പല്ല് തേക്കുന്നത് പോലെ, എന്നും നമ്മുടെ ശരീരത്തിൻ്റെ ദുർഗന്ധം, വിയർപ്പിൻ്റെ നാറ്റം, ഇതൊക്കെ നമ്മൾ മാറ്റാൻ വേണ്ടി പൗഡർ ധരിക്കുന്നത് പോലെയൊക്കെ നമ്മളെന്നും നമ്മളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക. അഴുക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. മരിക്കുന്നത് വരെ ഈ ശുദ്ധീകരണം നമുക്ക് നിർബന്ധമാണ്. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നിസ്കാരം എന്ന് പറയുന്നത്. 5 നേരം ആ നിസ്കാരത്തിൽ ഒതോടുകൂടി നിൽക്കാൻ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം, അതിൽ ഓർമ്മപ്പെടുത്തലുകളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഓർമ്മ നഷ്ടപ്പെടാതെ ഇബാദത്ത് ചെയ്യുക. ആ ഇബാദത്ത് അല്ലാഹു തആല സ്വീകരിക്കും. സ്നേഹപൂർവ്വം നിർത്തുന്നു. ബാക്കി നാളെ.